ഗുഡ് വ്യൂവേഴ്സ്, വെൽക്കം ടു ചിൻസ. ഇന്ന് ഞാൻ വീണ്ടും ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഇന്ന് ഞാൻ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു കാണുന്ന നല്ല വൈറ്റ് അടിപൊളിയായിട്ടുള്ള ഒരു കുർത്തിയാണ്. അപ്പോ ഈ ഒരു കുർത്തി ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് മീഷോന്നാണ്. നമുക്ക് ഈ ഒരു കുർത്തി അൺബോക്സിംഗ് ചെയ്ത് നോക്കാം. പ്യുവർ വൈറ്റ് ആണ്, അക്കോബ ഡിസൈൻ ആണ് ഇതിൽ വരുന്നത്. ഇത് ജസ്റ്റ് ഇപ്പൊ ഡെലിവർ ആയിട്ടേ ഉള്ളൂ. കാണുമ്പോൾ നല്ല അടിപൊളിയാണെന്ന് തോന്നുന്നു. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും എന്താണ് ഇതിന്റെ നിലവാരം എന്നുള്ളത്. ലൈനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഇങ്ങനെ ഒരു എന്താ പറയാ, താങ്ക് യു ഫോർ പർച്ചേസ് കാർഡ് ഇവരിതിന്റെ കൂടെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ലതാകും എന്ന ശുഭപ്രതീക്ഷയോടെയാണ് ഓപ്പൺ ചെയ്യുന്നത്. സാധാരണ മീഷോയിൽ കാണുന്ന പോലത്തെ കാർഡ് അവരിൽ വെച്ചിട്ടുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. പ്യുവർ വൈറ്റ് ആണ്. മെറ്റീരിയൽ അത്ര ക്വാളിറ്റി ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ, ലെറ്റ്സ് സീ. ഒരു കാർഡ്ബോർഡ് ബോക്സ് വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ബാക്ക് സൈഡ് വരുന്നത്. വീനെക്കല്ല, ഏകദേശം ഒരു യൂനെക്കാണ് വരുന്നത്. പിന്നെ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. സ്റ്റിച്ചിങ് എല്ലാം പ്രോപ്പറാണ്. പ്യുവർ ആയിട്ടുള്ള സെയിം ഡിസൈൻ ആണ് വരുന്നത്. സ്റ്റിച്ചിങ് അത്ര അങ്ങനെ പോരാൻ തോന്നുന്നു. ഈ സൈഡെല്ലാം ഇങ്ങനെ ഒരു ഡബിൾ ലെയർ ആയിട്ടാണ് ഈ ഒരു ക്ലോത്ത് വരുന്നത്. ഇതിന്റെ ഫ്രണ്ട് സൈഡ് നോക്കാം. ഫ്രണ്ട് സൈഡിൽ വിത്ത് കപ്പാണ് വരുന്നത്. വീനെക്കാണ്. കപ്പ് നമുക്ക് കാണാൻ പറ്റും. കപ്പ് ഊരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇത് ഉള്ളിൽ ഫിക്സ് ആയിട്ടുള്ള കപ്പാണ്. ഇത് ഊരുന്ന കാര്യം സംശയമാണ്. ഇല്ല, ഊരാൻ പറ്റില്ല. സോ കപ്പാണ് വരുന്നത്. അതായത് അവർ കൊടുത്തിരിക്കുന്നത് യെല്ലോ കപ്പാണ്. അതുകൊണ്ട് ഈ ഒരു ഷെയ്ഡ് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായി. ഇവിടെ ഒരു മഞ്ഞപ്പ് കാണുന്നുണ്ട്. വൈറ്റ് കപ്പായിരുന്നു ശരിക്കും അത് വെക്കേണ്ടിയിരുന്നത്. ഇനി ഹാൻഡ്സ് നോക്കുകയാണെങ്കിൽ ഹാഫ് സ്ലീവ് ആണ്, ഷോർട്ട് സ്ലീവ് ആണ്. ഹാൻഡ്സിൽ പ്രത്യേകിച്ച് അങ്ങനെ ഡിസൈനും മറ്റു കാര്യങ്ങളൊന്നുമില്ല. സെയിം പ്യുവർ ക്ലോത്ത് ആണ് വരുന്നത്. വൈറ്റ് പ്യുവർ ക്ലോത്ത് ആണ് വരുന്നത്. ഹാൻഡ്സിൽ അവർ എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട്. ആകെ ചുരുണ്ട് മരുണ്ടാണ് കിടക്കുന്നത്. ഇട്ട് നോക്കുമ്പോൾ ഭംഗി ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണ് ഹാൻഡ്സിൽ വർക്ക് വരുന്നത്. ഷോർട്സ് ആണ് ഹാൻഡ്സ്. നൂല് ചില സ്ഥലത്തെല്ലാം ഇങ്ങനെ ഉടങ്ങി നിൽക്കുന്നുണ്ട്, എന്നാലും വലിയ കുഴപ്പമില്ല. ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു സ്റ്റിച്ചിങ് ഡിസൈൻ ആണ് വരുന്നത്. വേറെ പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നുമില്ല. പ്ലെയിൻ ക്ലോത്ത് ആണ്. ഡബിൾ ലെയർ ആയിട്ടാണ് ഇത് വരുന്നത്. ലൈനിങ് നോക്കാം. വൈറ്റ് ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഉള്ളിൽ വേറെ ലൈനിങ് ഒന്നും കൊടുത്തിട്ടില്ല. ഒറ്റ ലൈനിങ് ആണ് കൊടുത്തിരിക്കുന്നത്. ലൈനിങ്ങിന്റെ ക്വാളിറ്റി അത്ര പോരാ, എന്നാലും ഇട്ടാൽ ഇൻസൈഡിലുള്ള ഒന്നും കാണില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വലിയ കുഴപ്പമില്ലാത്ത ക്വാളിറ്റിയാണ്. ഏകദേശം 600ഓളം രൂപയാണ് ഈ ഒരു മെറ്റീരിയലിന് വരുന്നത്. ഇത് പർച്ചേസ് ചെയ്തിരിക്കുന്നത് സ്മോൾ സൈസ് ആണ്. അപ്പോൾ ഇതിന്റെ പല സൈസും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ വാങ്ങിച്ചു നോക്കാം. ഇതിന്റെ പല കളർ ഷെയ്ഡുകളും മീഷോയിൽ അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് വാങ്ങിച്ചു നോക്കാവുന്നതാണ്. ഇതിന്റെ ലിങ്കും മറ്റ് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുട്ടി വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.